ദിലീപിന്റെ പുതിയ സിനിമ എത്തുന്നു എന്ന് വാർത്ത വന്നത് മുതൽ ഏതോ ആസൂത്രിത ലോബിയുടെ പിണിയാളുകൾ നടൻ ദിലീപിനെതിരെ ശക്തമായ ട്രോളിംഗ് തുടരുകയാണ്. അതിന്റെ പുതിയ ഉദാഹരണമാണ് രഗീത് ആർബാലൻ എന്നയാളുടെ കുറിപ്പ്. ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയം ആണ് എന്നാണ് രഗീത് കുറിക്കുന്നത്. കോമഡിയിലൂടെ സൂപ്പർ സ്റ്റാറായ ഈ നടനെ തകർക്കാനുള്ള നീക്കങ്ങളുടെ തുടർച്ചയാണ് ഈ കുറിപ്പ്. ചില ജിഹാദി വാർത്താ മാധ്യമങ്ങൾ വൻതോതിലാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഈ ട്രോളുകൾ ആസൂത്രണം ചെയ്യുന്നത് മട്ടാഞ്ചേരി മാഫിയാണോ എന്നുവരെ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു. ദിലീപ് എന്ന നടന്റെ ആത്മവിശ്വാസം തകർക്കുന്ന പോയിന്റുകളാണ് രഗീത് ആർബാലൻ എന്നയാൾ എഴുതിയത് എന്ന പേരിൽ ഇറങ്ങിയ കുറിപ്പിൽ ഉടനീളം ഇയാളുടെ രഗീത് എന്ന പേര് തന്നെ വ്യാജമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. 2025 വർഷം ആയത് അദ്ദേഹം അറിഞ്ഞില്ല എന്നൊരു സംശയമുണ്ട്. ഇന്നലെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ പ്രായം മുഖത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. കുറിപ്പിൽ പറയുന്ന ഈ പോയിന്റ് കല്ലുവെച്ച നുണയാണ്. ദിലീപ് എന്നത്തേക്കാളും സുന്ദരനും സുമുഖനും ചെറുപ്പക്കാരനുമായി മാറിയിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ പഴയ ഗ്ലാമർ ദിലീപിന് തിരിച്ചു വന്നതുപോലെ തോന്നും ദിലീപിനെ കണ്ടാൽ എന്നതാണ് വാസ്തവം. ഒരു നടന്റെ ഹൃദയം തകർക്കുന്ന വാക്കുകളാണ് അയാൾക്ക് കാഴ്ചയിൽ പ്രായമേറി എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഈ കുറിപ്പിലൂടെ ഇത് എഴുതിയ ആളും ശ്രമിക്കുന്നതെന്ന് പറയാതെ വയ്യ. ബോഡിഗാർഡ്, മൈ ബോസ് സിനിമയിലെ പോലെ ഉള്ള പാട്ടുകളുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. നല്ല രീതിയിൽ ബോർ ആകുന്നുണ്ട്. പഴയ പോലെ കോമഡികളൊന്നും തന്നെ വർക്ക് ആകുന്നില്ല. ഇതാണ് രണ്ടാമത്തെ നുണപ്രചാരണം. ദിലീപിന്റെ സ്ലാപ്സ്റ്റിക് കോമഡികൾ ഇന്നും ആളുകൾക്ക് ഏറെ ഇഷ്ടമാണ്. മൈബോസും ബോഡിഗാർഡും പഞ്ചാബി ഹൗസും ഇന്നും TV ചാനലുകളിൽ ആവർത്തിച്ചു ഓടുന്ന ഹരിത സിനിമകളാണ്. മൈബോസിലെ ഗാനരംഗത്തെ ദിലീപിന്റെ കോമഡികൾ എത്ര കണ്ടാലും മതിയാവില്ല. എന്തിനെ ദിലീപ് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഇംഗ്ലീഷ് നടന്മാരായ ചാർലി ചാപ്ലിനും പ്രസിദ്ധ കാർട്ടൂൺ സിനിമയായ ടോം ആൻഡ് ജെറിയും ഈ 2025 ലോകമെമ്പാടും ജനങ്ങൾ ആസ്വദിക്കുന്നില്ലേ? ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയറിൽ ദിലീപിനെ പലപ്പോഴും തിരിച്ചടിയാകുന്നത്. ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരനാണ് അദ്ദേഹം.